കാലത്ത് ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഒന്നാണ് ചുമരെഴുത്ത്. കാലം മാറി, കോലം മാറി, ചുമരെഴുത്ത് രീതിയും മാറി. ഇപ്പോൾ റോബോട്ടുകളുടെ കാലമാണ്. ചുമരെഴുതാൻ ആളില്ലെന്ന പരാതി ഇനി വേണ്ട. സ്റ്റാർട്ടപ്പ് മിഷന് കീഴിൽ പാലക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടെവാനോവ ടെക് ട്രേഡ് എന്ന കമ്പനി വികസിപ്പിച്ചെടുത്ത ചുവർബോട്ടാണ് താരം. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിക്ക് വേണ്ടിയാണ് ഈ റോബോട്ട് ആദ്യമായി പരീക്ഷണാടിസ്ഥാനത്തിൽ അങ്കത്തട്ടിലിറങ്ങിയത്. കൊടുന്തുരപ്പള്ളിയിലെ ഒരു ചുമരിൽ ചുവർബോട്ട് വരച്ച പിഷാരടിയുടെ ചിത്രം താരം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ വാൾ സ്പ്രേ പ്രിന്റിംഗ് വഴിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. കമ്പ്യൂട്ടറിൽ നൽകുന്ന ഡിസൈനുകൾ അതേപടി 100% കൃത്യതയോടെ മതിലുകളിൽ പതിപ്പിക്കാൻ കഴിയും. ഒരു സാധാരണ ചുവരിലെ എഴുത്തുകൾ വെറും 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ ഈ റോബോട്ട് പൂർത്തിയാക്കും. അക്ഷരങ്ങൾ മാത്രമല്ല, സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങളും ചിഹ്നങ്ങളും ഏത് നിറത്തിലും ഏത് ഭാഷയിലും മനോഹരമായി വരയ്ക്കാൻ ചുവർബോട്ടിന് സാധിക്കും. വെറും 2 പേരുടെ സഹായം മാത്രം മതി ഈ റോബോട്ടിനെ പ്രവർത്തിപ്പിക്കാൻ. ഒരു ടെക്നീഷ്യനും ഒരു ഡിസൈനറും. ഇവർ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് റോബോട്ട് അതിന്റെ ജോലി കൃത്യമായി നിർവഹിക്കും, മനുഷ്യന് സാധ്യമായതിലും വേഗത്തിൽ. ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ടൂറിസം ബ്രാൻഡിങ്ങുകൾ, വലിയ വാണിജ്യ പരസ്യങ്ങൾ, മുനിസിപ്പൽ സന്ദേശങ്ങൾ എന്നിവയ്ക്കെല്ലാം ഈ സാങ്കേതിക വിദ്യയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. കഠിനാധ്വാനവും സമയവും ലാഭിക്കാം എന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ആകർഷണം. അതുകൊണ്ട് ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലെ ചുമരുകൾക്ക് ഒരു ഡിജിറ്റൽ മനോഹാരിത ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. പ്രചാരണങ്ങളും ഹൈടെക്കായി മാറുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യൂ.